അപ്പോൾ ചേച്ചി ഇതേപോലെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചേച്ചിക്ക് ഇതേ വരുന്ന പുതിയൊരു വിവാദമാണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്നും അതിനെ സംബന്ധിച്ച് ഒരുപാട് ന്യൂസുകൾ പല കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? പല അലിഗേഷൻസും ഇതിനു മുന്നേ ഈ പുറത്ത് വിട്ടവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, മെഡിക്കലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരെ പല അലിഗേഷൻസ് ഇതിനു മുന്നേ നിങ്ങൾക്കറിയാലോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നെ പറ്റി. സോ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അതുകൊണ്ട് പറയാനില്ല. ദയവേദി ഇപ്പൊ എനിക്ക് പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് എന്നെ സ്നേഹിക്കുന്നവർ എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വന്ന് പറഞ്ഞു. എനിക്കിത് ഇപ്പൊ പറയാനുള്ളൂ. എന്നിട്ട് എന്തായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വരാൻ? കുറെ പേര് പറഞ്ഞത് ഇത് ഫേക്കാന്ന്, കുറെ പേര് പറയുന്നുണ്ട്, അവർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് അങ്ങനെ വരുന്ന കുറെ ആൾക്കാർ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ല. ഇതിന് മുന്നേ അലിഗേഷൻസിന്റെ ഒരു നിര തന്നെ എനിക്കെതിരെ വന്ന ഒരു വേറൊരു ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് ഞാനും കാണുന്നത്. പിന്നെ ഒന്നേ പറയാനുള്ളൂ, ഇപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പം എന്നെ അതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ നമ്മൾക്കൊക്കെ നല്ല മനസ്സുള്ളവരാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഇപ്പൊ ഇത് അറിഞ്ഞാൽ തന്നെ, ഇപ്പൊ അറിഞ്ഞാലും അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ ഒരു രോഗം ഒരു മനുഷ്യനുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ എന്താ ഓർക്കുന്നത്? ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരണ്ടേ? എല്ലാവരുടെ മനസ്സിൽ നമ്മൾ എല്ലാരെ പറ്റി പ്രാർത്ഥനയോടെ ഇരിക്കുക, ഇഷ്ടമായ ചിന്തകൾ വിടുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം രേണുസുതിക്ക് ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ വീഡിയോസുകളൊക്കെ ഇറങ്ങിയത് കണ്ടു. ഷെഫീന ബീവിയും അതുപോലെ തന്നെ അതുൽ വ്ളോഗ്സുമാണ് കൂടുതലായിട്ട് രേണുവിൻ്റെ പുറകെ നടന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വിടുന്നത്. അപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാദമായിട്ടാണ് അതുൽ വ്ളോഗും അതുപോലെ തന്നെ ഷെഫീന ബീവിയും വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ രേണുസുതിയും അതിനെതിരെ എന്താണ്, ഇപ്പോൾ എനിക്ക് ഈ രോഗമുണ്ട് എന്നുള്ളത് പുള്ളിക്കാരിയും തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരി പറയാത്തിടത്തോളം കാലം ആ ഒരു ഇത് നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. അപ്പം എന്താണെങ്കിലും എത്ര ഇതാണെങ്കിലും ശത്രുവിന് പോലും ഈ ഒരു അസുഖം വരരുതേ എന്ന് രേണു പറഞ്ഞതുപോലെ തന്നെ ശത്രുവിന് പോലും ഈ ഒരു അസുഖം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. എന്താ വെച്ചാൽ അത്രയ്ക്ക് മാത്രം വേദനാജനകമായിട്ടുള്ളൊരു ഇതാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. ആർക്കും ഒരാൾക്കും ഇത് വരരുത്. നമ്മളെ വേദനിപ്പിക്കുന്നവർക്കാണെങ്കിലും നമ്മളെ ദ്രോഹിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ ശത്രുക്കൾക്കാണെങ്കിലും ആർക്കും ഈ ഒരു അസുഖം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും ഉള്ളത് അല്ലേ. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം ഇങ്ങനെയൊരു ഇത് ഉണ്ട് എങ്കിൽ കൂടി അത് ഫേക്ക് ന്യൂസ് ആകണേ എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ രേണുവിനൊരു ചെറിയ കുഞ്ഞുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ഒന്നാമത്തെ ഭർത്താവില്ല, കുഞ്ഞിന് അച്ഛനില്ലാത്തതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷൻസ് അറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത് ഫേക്ക് ആകണേ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മക്കളിനെ വളർത്തുന്നവരാണ്. രേണു ഇപ്പം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഒരു രോഗം എന്താണ്, ഈ ഒരു രോഗം കൊണ്ട് ആരെയും പരീക്ഷിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ് ഒട്ടുമിക്ക മലയാളികളാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു അസുഖം വരരുത് എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു എന്തും ആയിക്കോട്ടെ, സത്യം ആയിക്കോട്ടെ നോണ ആയിക്കോട്ടെ, എന്നെ പറ്റി ഇന്നലെ ഒരു രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് കുറെ വ്ളോഗേഴ്സ് രംഗത്ത് വന്നു. പക്ഷെ സത്യം ഏതാ നോണേതാ അതൊക്കെ നമ്മൾ സൈഡിൽ വെച്ചേക്കും. പക്ഷെ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേരെന്നെ വിളിച്ച് സംസാരിച്ച് രേണു എന്താ കാരണം എവിടുന്നൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ജനങ്ങൾ ഞങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ഉണ്ടേലും ഇല്ലേലും എല്ലാം ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് രേണു. ഞാൻ അവർക്ക് ആർക്കും ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ ഒന്നും മിണ്ടാൻ പോയില്ല. പ്രാർത്ഥിക്കണം നല്ലതല്ലേ, നമുക്ക് എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നല്ലൊരു അല്ലേ, നല്ലൊരു ഇതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തണേ നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഒരുപാട് പേരെന്നെ വിളിച്ചു, ഒരുപാട് രേണു എന്താ രേണു എന്ത് ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഒരുപാട് പേരെന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയുമല്ലോ എന്നും കൂടെ ഞാൻ പറഞ്ഞു. രേണു പറയുന്നത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രേണുവിന് ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. രേണുവിന് ഇഷ്ടമല്ലാതിരിക്കാൻ കാരണം രേണു തന്നെയാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോരോ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് മാത്രമാണ് രേണുവിന് ഒരുപാട് ആളുകൾ വെറുക്കാൻ ഇടയായത്. ആ ഫസ്റ്റ് ആൽബമൊക്കെ ഇറങ്ങിയ സമയത്ത് രേണുവിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടതാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്. ഭർത്താവ് മരിച്ചു, അവൾ അഭിനയത്തിൽ ഇറങ്ങി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചവരാണ് എല്ലാവരും. പക്ഷേ പോകെ പുള്ളിക്കാരി ഓവർ വൾഗറായിട്ട്
ഓവറായിട്ട് അഭിനയിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള രീതിക്ക് ഉള്ള അഹങ്കാരം കലർന്ന സംസാരങ്ങളും ഇതൊക്കെ ആയപ്പോഴാണ് എല്ലാവരും വെറുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ് സുധിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്ത് തന്നെയാണെങ്കിലും രേണുവിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കൂട്ടത്തിൽ തന്നെയാണ്. എനിക്കും രേണുവിനെ നേരത്തെ ഇഷ്ടമായിരുന്നു. പക്ഷേ രേണുവിൻ്റെ ഈ ഒരു ഇത് കാരണം കൊണ്ട് മാത്രമാണ് രേണുവിനെ ഇതാവാൻ കാരണം. പിന്നെ കുറേ കമൻസും കാര്യങ്ങളും കണ്ടു, നിനക്ക് അഹങ്കാരത്തിൻ്റെ പേരിൽ നിനക്ക് കിട്ടിയതാണ്. നമ്മൾ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മളൊരു അസുഖം വന്നതിൻ്റെ ഇതിൽ നമ്മളൊരാളെ അങ്ങനെ ഒരിക്കലും പറയരുത്, നിൻ്റെ അഹങ്കാരത്തിൻ്റെ പുറത്ത് കിട്ടിയതാണ്, നീ കണ്ടില്ല അനുഭവിക്കുന്നത്, അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് നാളെ എന്താണ് വിധിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നാളെ നമുക്ക് എന്ത് വരുന്നോ എന്ത് ആവുമെന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ എന്താ പറയുക, ഇന്ന് കണ്ടവനെ നാളെ കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ പല അസുഖങ്ങളും എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്തിൻ്റെ പേരിലാണെങ്കിലും, പണത്തിൻ്റെ പേരിലാണെങ്കിലും സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും സമ്പത്തിൻ്റെ പേരിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ പേരിലാണെങ്കിലും ഒന്നും നമുക്ക് അഹങ്കരിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് ഒരു അവകാശവും ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു താൽക്കാലികമാണ്. എപ്പോൾ വേണമെങ്കിലും നശിക്കാം, എപ്പോൾ വേണമെങ്കിലും ഇത് ഇല്ലാതാകാം. എന്താണ് സൗന്ദര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം. അപ്പോൾ ഉള്ളവനില്ലാത്തവനെയും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവൻ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനെ രോഗമില്ലാത്തവൻ കളിയാക്കുകയും അതുപോലെ സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്നവനെ സമ്പത്തുള്ളവൻ കളിയാക്കുകയും അതുപോലെ എന്താ പറയുക സൗന്ദര്യം എന്താണ് ഇല്ലാത്തവനെ സൗന്ദര്യം ഉള്ളവൻ കളിയാക്കുകയും ഒന്നും ചെയ്തിട്ട് ഒരു ഇതുമില്ല. എന്താ വെച്ചാൽ നാളെ ഒരു നിമിഷം മതി ഇതെല്ലാം നശിച്ചു പോവാൻ. ഇപ്പം നമ്മുടെ മുമ്പിൽ പല ഇതുണ്ട്, പ്രളയം അല്ലേ, എന്തെല്ലാം സ്വരുക്കൂട്ടി എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടുണ്ടാക്കിയ എന്താണ് ആളുകൾ, അതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് വെറും കൂമ്പാരമായിട്ട് മാറിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സൗന്ദര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ആളുകൾ അഹങ്കാരികളാകാതിരിക്കുക. ചെറുതായിട്ട് രേണുസുതിക്ക് പണമൊക്കെ വന്ന സമയത്ത് കുറച്ച് അഹങ്കാരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൊടുത്തതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഈ അസുഖം കൊണ്ട് കൊടുത്തിട്ട് പരീക്ഷിക്കണില്ല. അപ്പോൾ നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ അവഹേളിക്കാൻ പാടില്ല. എന്തായാലും വേറൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് കണ്ടു നോക്കൂ. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിന് പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുത്തി കമൻറ്റ് ഇട്ടേക്കുന്നു. മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻറ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന് ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കുക. പിന്നെ എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻറ്റ് ഇടാൻ മേലേ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലേ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോടി. അപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, കിച്ചുവിനെ എൻ്റെ മോൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കിച്ചു കുറച്ച് ആകുന്നല്ല, അപ്പോൾ സുധിച്ചേട്ടൻ്റെ മോൻ എന്നുള്ളൊരു രീതിക്കൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പുറത്ത് പറഞ്ഞതായിരിക്കും. അപ്പം എന്താ പറയുക, നമ്മൾ ഒരാളുടെ മുമ്പിൽ നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മൾ നിൽക്കാൻ നോക്കുക. അപ്പോൾ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പോൾ സുധീൻ്റെ മോൻ തന്നെയാണ് കിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു മോനെ പണ്ട് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ഭർത്താവിലുണ്ടായിരുന്ന നേരത്തെ ഉള്ള കുഞ്ഞിനെ നമുക്ക് പൊക്കിയെടുത്ത് തലയിൽ വെച്ചിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഒക്കത്ത് വെച്ചിട്ട് നടക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഈ കാട്ടിക്കൂട്ടലൊക്കെ കൂട്ടിയത് കൊണ്ടാണ് ഈ ഒരു കമൻസും കാര്യങ്ങളൊക്കെ രേണുവിന് നേരിടേണ്ടി വരുന്നത്. നേരത്തെ എൻ്റെ മോൻ എന്ന് പറഞ്ഞ് നാഴിക്ക് 40 വട്ടം പറയുമായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ അതില്ലാതാവുമ്പോൾ ആളുകൾ അതെടുത്ത് ചോദിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണോ നമ്മൾ ആ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ ആളുകളൊന്നും നമ്മുടെ അടുത്ത് ചോദിക്കാനോ ചൊറിയാനോ വരില്ല. നമ്മൾ ഇപ്പോൾ കിച്ചു മെച്ചൂർഡായി, കിച്ചുവിൻ്റെ കാര്യങ്ങൾ നോക്കാനായി, അപ്പോൾ അവൻ്റെ വഴിക്ക് അങ്ങോട്ട് വിടുക, അവൻ്റെ കാര്യങ്ങൾ അവൻ നോക്കാനായി. അപ്പോൾ ഇങ്ങനെയുള്ള കാട്ടിക്കൂട്ടൽ കൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളൊരു പരിധിവരെ എല്ലാം ഇതാക്കിയിട്ട് നമ്മളെങ്ങനെയാണ് ആ ഒരു രീതിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ രോഗം അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.